ചിന്തയ്ക്ക് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് ആൻഡ് ദ പവർ ഓഫ് ദ ക്രോസ്. ഹോളി സ്പിരിറ്റ് ആൻഡ് ദ പവർ ഓഫ് ദ ക്രോസ്. പരിശുദ്ധാത്മാവും ക്രൂശിൻ ശക്തിയും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു ക്രൂശിൻ വചനത്തിലെ ദൈവശക്തി. അത് രക്ഷയിലേക്ക് പോകുന്നവർക്ക് അത് ദൈവശക്തിയായിട്ടും, എന്നാൽ നാശത്തിലേക്ക് പോകുന്നവർക്ക് അത് ഭോഷത്വമായിട്ട് അത് തോന്നുന്നു. എന്നാൽ ഹല്ലേലൂയ, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും രക്ഷയിലേക്ക് പോകുന്നവരാണ് എന്നതിനാൽ നമുക്കത് ദൈവശക്തിയാണ്. ആ ദൈവശക്തി ആദ്യം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അത് ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ തന്നിരിക്കുന്നു. ഒരു യോഗ്യതയുമില്ലാത്ത ഫ്രജൈലായിരിക്കുന്ന ഈ പാത്രങ്ങൾ തന്നിരിക്കുന്നു. അതിന് കാരണമുണ്ട്. ആ പാത്രത്തെയും മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ ആ പാത്രത്തിലൂടെ ചില കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ശക്തി ആ മൺപാത്രങ്ങളിൽ ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. അതുകൂടാതെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു ആദ്യമായിട്ട് ഈ പാത്രത്തിൽ ദൈവം ചെയ്യുന്നത് പാത്രത്തിന് രക്ഷ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. വചനത്തിൻ്റെ ആ ശക്തി, ക്രൂശിൻ വചനത്തിൻ്റെ ശക്തി, അത് വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷയായിട്ട് അത് മാറുന്നു എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കാൻ പോകുന്നത് ആ ശക്തി പരിശുദ്ധ ആത്മാവിലൂടെയാണ് നമ്മിലേക്ക് വരുന്നത് എന്ന് ചിന്തിച്ച് ഈ മൺപാത്രത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ് ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അപ്പോൾ കുരിശിൻ്റെ ശക്തി അത് പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ടായിരിക്കണം അല്ലേ യേശു പറഞ്ഞത്, ഈ നിങ്ങൾ എവിടെയും പോകാതെ ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. എങ്കിൽ മാത്രമേ അത് ശക്തിയായിട്ട് നമ്മുടെ ജീവിതങ്ങളിലെ ദൈവവചനം, അതുവരെയും ദൈവവചനം കേൾക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തവരാണ്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് പലപ്പോഴും മറഞ്ഞിരുന്നു അല്ലേ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായിരുന്ന പൗലോസ് പറഞ്ഞത് ചിലർക്ക് അത് മറവായിരിക്കുന്നു. കാരണം ഈ ലോകത്തിൻ്റെ ദൈവം അവരുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. വായിച്ചാലും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ചിലർക്കാണെങ്കിൽ അത് ഭോഷത്വമായിട്ട് തോന്നുന്നു. എന്നാൽ നമ്മിൽ അത് രക്ഷയായിട്ട് ഭവിക്കുവാൻ ഇടയായി തീർന്നു. മാത്രവുമല്ല, ഈ മൺപാത്രം അത് പരിശുദ്ധ ആത്മാവിലൂടെയാണ് നമ്മിലേക്ക്, ഈ മൺപാത്രത്തിലേക്ക് അതിൻ്റെ ശക്തി, ദൈവവചനത്തിൻ്റെ ശക്തി, ക്രൂശിൻ്റെ ശക്തി, സുവിശേഷത്തിൻ്റെ ശക്തി അത് വ്യാപരിക്കപ്പെടുന്നത്. നമുക്ക് ഒരു വേദവാക്യം ആധാരമായിട്ട് വായിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിച്ചാട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരിക്കുന്നത്. അപ്പോൾ പൗലോസ് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് സഭകൾ സ്ഥാപിച്ചു, പലരെയും കർത്താവിലേക്ക് നേടി, പലരെയും ഉറപ്പിച്ചു പോകുന്നതിൻ്റെ കാരണം അവൻ്റെ വാക്ചാതുര്യം കൊണ്ടല്ല, അവൻ്റെ ജ്ഞാനം കൊണ്ടല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, കുരിശിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ തരുമ്പോൾ, സുവിശേഷം നിങ്ങളുടെ മുന്നിൽ പറയപ്പെടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലല്ലേ അത്രേ ആയിരുന്നു. ദൈവവചനം അത് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അത് ജനഹൃദയങ്ങളിൽ അത് പ്രവർത്തിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ രക്ഷയ്ക്ക് കാരണമാകുന്നു. അങ്ങനെ അത് ചിലർക്ക് ഉറയ്ക്കുവാൻ ശക്തിയായിട്ട് മാറുന്നു. ചിലർക്ക് അത് പ്രത്യാശയായിട്ട് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് വചനത്തിലൂടെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ വാക്കുകൾ, സുവിശേഷം അത് വാക്ചാതുര്യം കൊണ്ടായിരുന്നില്ല,
ഞങ്ങളുടെ ലോകത്തിൻ്റെയോ ഞങ്ങളുടെയോ ജ്ഞാനം കൊണ്ടായിരുന്നില്ല, മറിച്ച് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ ആയിരുന്നു. ഈ ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്കറിയാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ആത്മാവിൻ്റെ ശക്തിയുടെ ഏറ്റവും ഉന്നത രൂപം അവിടെ നമുക്ക് വരച്ചു കാണിച്ചിട്ടുണ്ട്. വായിച്ചാട്ടെ, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് എന്നുള്ളതാണ് ഈ ലോകത്തിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ ഒരുവനേ ഉള്ളൂ. അതുകൊണ്ട് ഈ അത്ഭുതം ഒരു പ്രാവശ്യമേ നടന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ആ ആത്മാവാണ്, ആ ഉയർപ്പിച്ചവൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ മാത്രം സംഭവിച്ചത് ഇനി സംഭവിക്കുകയുമില്ല. ആ അത്ഭുതം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നടന്നതാണ്. മരിച്ചുപോയ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. അതൊരു അരൂപിയായിട്ടല്ല, അല്ലേ? എന്നാൽ നമുക്ക് കാണുകയും ഒരുമിച്ച് സഹകരിക്കുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരമായിട്ട് അവനെ ഉയർപ്പിച്ചു. ഇന്ന് അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹിമയോടെ ആയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഉയിർപ്പാണ് ഈ പരിശുദ്ധാത്മാവ് നൽകിയത്. ഇവിടെ പറയുന്നു, ആ പരിശുദ്ധാത്മാവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, എന്നിലും നിങ്ങളിലും ആ ആത്മാവ് വസിക്കുന്നു എങ്കിൽ, ആമേൻ. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ എന്നിലും നിങ്ങളിലും ദൈവത്തിൻ്റെ ആ കുരിശിൻ്റെ വചനത്തിൻ്റെ ശക്തി അത് വ്യാപരിക്കും. നമ്മുടെ ജീവിതങ്ങളിലെ, നമ്മുടെ സാഹചര്യങ്ങളിലെ അത് ഇടപെടുവാൻ തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. നമ്മളതൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മളൊന്ന് ഒരുങ്ങി ദൈവത്തിനൊന്ന് ധ്യാനിച്ചാട്ടെ, ഒരുക്കത്തോടെ ഒന്ന് കേട്ടാട്ടെ. കാരണം ആ ക്രൂശിൻ്റെ വചനത്തിലെ ശക്തി ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആ ആത്മാവ് ആ ശക്തിയെ വെളിപ്പെടുത്തുന്നതാണ് എനിക്കും നിങ്ങൾക്കും. ഹല്ലേലൂയ. വേറെ ഒരു ശക്തിയാലും അതിനെ കീഴടക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ പറയുന്നു, ആ ശക്തി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ അവനെ, യേശുവിനെ ഉയർപ്പിച്ച നിങ്ങളെയും അതുപോലെ ഉയർപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന പോലെ, അല്ലേ, നമ്മൾ ഈ ശവക്കല്ലറയുടെ അടുക്കൽ പോകുമ്പോൾ നമ്മൾ പേടിച്ചു, അയ്യോ അവിടെ ആയിരിക്കും, അങ്ങനത്തെ ഉയർപ്പിൻ്റെ കാര്യമല്ല ഈ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. യേശു ഉയർത്ത് എഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും ഉയർത്ത് ആ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന പോലെ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. അതിന് ശക്തിയുള്ള ആത്മാവാണ് ഞാനും നിങ്ങളും വഹിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മറ്റേത് സാഹചര്യത്തെയും മാറ്റിയെടുക്കുവാൻ കഴിവുള്ള ഒരു ആത്മാവാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. എന്നാൽ ആ ദൈവശക്തി, അല്ലെങ്കിൽ വചനത്തിൽ നിന്ന്, ആ സുവിശേഷത്തിൽ നിന്ന്, ആ ക്രൂശിൻ്റെ വചനത്തിൽ നിന്ന് ഏറ്റെടുത്ത് അത് ശക്തിയായിട്ട് നമ്മിൽ വ്യാപരിക്കട്ടെ. നമുക്കതിനുവേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അത് മനസ്സിലാക്കിയ അപ്പസ്തോലനായിരുന്ന പത്രോസ് പറയുകയാണ്, അപ്പസ്തോല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല. സാധാരണയൊക്കെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്. എന്നാലേ അപ്പസ്തോലനായ പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. ആമേൻ, ഹല്ലേലൂയ. കാരണം തൊട്ട് മുന്നമെയാണ് ഈ ശക്തി അത് വ്യാപരിച്ചത് അപ്പസ്തോലനായിരുന്ന പത്രോസിൻ്റെ മേലെ. ആ ശക്തി അവന് ദൈവവചനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൊടുത്തു. ആമേൻ. അതുവരെ ഇല്ലാത്ത ഒരു കാഴ്ചപ്പാട്. പേടിച്ച്, അല്ലേ, 40 ദിവസം മുന്നമേ യേശുവിൻ്റെ മുന്നിൽ നിൽക്കാൻ പോലും കഴിയാതെ ഓടിപ്പോയ പത്രോസ്, സ്തോത്രം,
ഇന്ന് ശക്തി പ്രാപിച്ച് വചനത്തിൻ്റെ ഹല്ലേലൂയ ആ ആധ്യാത്മികത അല്ലെങ്കിൽ അതിൻ്റെ ആഴം മനസ്സിലാക്കി ഹല്ലേലൂയ ഒരു വലിയ സമൂഹത്തോട് പ്രസംഗിക്കുവാൻ തക്കവണ്ണം അവനെ ശക്തിപ്പെടുത്തിയത് ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്. അതുകൊണ്ട് അപ്പസ്തോലനായിരുന്ന പത്രോസിന് മനസ്സിലായി, എൻ്റെ ഉള്ളിൽ ചിലതുണ്ട്. ആമേൻ. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. പൊന്ന് അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, എന്നാൽ എൻ്റെ ഉള്ളിൽ ചിലതുണ്ട്. ആമേൻ. ദൈവമക്കളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കാരണം പറയുകയാണ്, യേശുവിനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. സ്തോത്രം. ആ ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ ഇന്നും ആകുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് തുള്ളിച്ചാടി നടക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ, നമ്മുടെ ചില സാഹചര്യങ്ങളോട് നമ്മൾ പറയണം, നമ്മോട് തന്നെ നമ്മൾ പറയണം, ഹല്ലേലൂയ, സ്തോത്രം, ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്. ഹല്ലേലൂയ. നടക്കട്ടെ, സാഹചര്യങ്ങൾ മാറട്ടെ. ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഓമന പുത്രനെ തന്നു. യേശുവിനോട് നമുക്ക് നന്ദി പറയാം. കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി പാപത്തിന് പരിഹാരം വരുത്തി അവൻ പിതാവിൻ്റെ അടുക്കൽ പോയി ആ ആത്മാവിനെ നമുക്ക് വേണ്ടി നേടി നമ്മുടെ ഉള്ളിലാക്കി തന്നു. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഐസംബിതരോട് കൂടെ ചേർന്ന് നമ്മൾ പാടിയത്, സൈന്യത്താലല്ല ശക്തിയാലല്ല, ആമേൻ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. ആമേൻ. കർത്താവ് നമ്മെ നടത്തട്ടെ. അപ്പോൾ ഈ ആത്മാവ് വചനത്തിലൂടെ വ്യാപരിക്കുന്നത് കൊണ്ട് ഈ കളിമൺ പാത്രം എന്തുണ്ടായി? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, അത് രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് മറ്റൊരു കാര്യം ആ പാത്രത്തിന് സംഭവിച്ചു. എന്താണ് രണ്ടാമത് സംഭവിച്ച ഒരു കാര്യം? ഹല്ലേലൂയ. അതിങ്ങനെയാണ്, ദൈവവുമായിട്ട് അത് ഒന്നു ചേരുവാൻ ഇടയായി തീർന്നു. ഈ പാത്രത്തിൽ ആ വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, ആത്മാവിൻ്റെ സഹായത്തോടുകൂടെ ആ ശക്തി വ്യാപരിച്ചപ്പോൾ, ഈ മൺപാത്രം ദൈവത്തോട് സമമാകുവാൻ, അല്ലെങ്കിൽ സമമെന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് കണക്റ്റ് ആകുവാൻ ഉള്ള പ്രാഗൽഭ്യം അതിന് ലഭിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് വായിക്കാം. വായിച്ചട്ടെ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20, 21, 22 വാക്യങ്ങൾ. അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുൻപേ ദുഷ്ടപ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായി നിങ്ങളെ അവൻ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡ ശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. സ്തോത്രം. നമ്മൾ രക്ഷ പ്രാപിച്ചു എന്നുള്ളത് ഒന്ന്. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തോട് നമുക്ക് നിരപ്പ് പ്രാപിക്കുവാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഹോസ്റ്റിലിറ്റി ആയിരുന്നു, ശത്രുത്വമായിരുന്നു, അത് മാറിപ്പോയി. ഇപ്പോൾ ദൈവത്തോട് ഞാൻ രക്ഷ പ്രാപിക്കുന്നു, നിത്യജീവൻ ഞാൻ പ്രാപിക്കുന്നു എന്നുള്ളത് വാസ്തവം. അതിനേക്കാൾ ഹല്ലേലൂയ മുൻപേ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ദൈവത്തോട് നമുക്ക് ഹല്ലേലൂയ റീകൺസോയിൽ ആയി, നമ്മൾ ഹല്ലേലൂയ ചേർപ്പ് പ്രാപിച്ചു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ, ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തിയാ നമ്മെ അവനുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. സ്തോത്രം. യേശുവിനെ ആദാമിനെ ദൈവത്തിൻ്റെ ഛായയിലാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ അവൻ അതിൽ നിന്നും മാറിപ്പോയി. എന്നാൽ ദൈവം എന്തിനു വേണ്ടിയാണ് ഈ ക്രൂശിൻ്റെ ശക്തി നമ്മിലേക്ക് വീണ്ടും വ്യാപരിപ്പിക്കുന്നത്? നമുക്ക് നഷ്ടമായി പോയ ആ സ്തോത്രം, ദൈവ തേജസ്, ദൈവത്തിൻ്റെ ഇമേജ് നമുക്ക് വീണ്ടും തിരിച്ച് തരുവാനായിട്ട്. അത് എല്ലാവർക്കുമുണ്ടോ? ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29, 30 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ മുന്നറിഞ്ഞവരെ, അവൻ എല്ലാ ജ്യൂസ് ആൻഡ് ജെന്റൈൽസ് എന്ന് പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞിരിക്കുന്നത് അവൻ മുന്നറിഞ്ഞവരെ. ഇവിടെ ഇരിക്കുന്നവർക്ക് പ്രത്യേകതയുണ്ട്. അവൻ മുന്നറിഞ്ഞവരെ
തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ രണ്ട്, അവന്റെ മുൻ നിയമിച്ചു, മുൻ അറിഞ്ഞവരെ അവൻ പ്രീ ഡെസ്റ്റിൻഡ്. എന്തിനു വേണ്ടിയാ? തൻ്റെ ഓമന പുത്രനോട് സമമാകുവാൻ. ഈ മൺപാത്രം എന്തുണ്ടായി? ദൈവവുമായിട്ട് സമമായി തീരുവാനിടയായി തീർന്നു. ഈ പാത്രം രക്ഷ പ്രാപിച്ചു. രണ്ടാമത്, ഈ പാത്രത്തിൽ നൽകിയ കുരിശിൻ്റെ വചനത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിലൂടെ പ്രാപിച്ചപ്പോൾ ഈ പാത്രം എന്തായി? ഈ പാത്രം ഹല്ലേലൂയ യേശുവിനെ പോലെ ആകാൻ കഴിവുള്ള ഒരു പാത്രമായിട്ട് മാറി. ദൈവവുമായിട്ട് നമ്മെ നിരപ്പിച്ചു. സ്തോത്രം. അതുകൊണ്ട് എന്തു പറയുന്നു? മുൻ അറിഞ്ഞവരെ. എല്ലാവരെയും ഇല്ല കേട്ടോ, മുൻ അറിഞ്ഞവരെ. നമുക്ക് ആരാണ് അവരെന്ന് അറിയത്തില്ല. ചർച്ചിൽ വരുമ്പോഴാണ് അറിയുന്നത്, ഓ നീ മുന്നറിഞ്ഞവനായിരുന്നു. എന്നാൽ ഇനിയും വളരെയധികം പേര് നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരെക്കുറിച്ചും നമ്മളോടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിലുണ്ട് ചിലരെന്ന്. അവരെയും ദൈവം മുൻ അറിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അവരെ നമ്മളും കരുതേണ്ടത് നമ്മിലൂടെ ആയിരിക്കാം. നമുക്ക് എപ്പോഴും ദൃഷ്ടി വെച്ച് മുന്നോട്ട് പോകാം. മുൻ അറിഞ്ഞവരെ അവൻ പ്രീ ഡെസ്റ്റിൻഡ്. എന്തിനു വേണ്ടിയാണ്? തൻ്റെ പുത്രനോട് സമമാകുവാൻ. ടു ഗെറ്റ് ബാക്ക് ദ ഇമേജ് ഓഫ് ഗാഡ്. നമുക്ക് വീണ്ടും ആ ദൈവത്തിൻ്റെ ഇമേജ്, സാദൃശ്യം നമുക്ക് ലഭിക്കുവാനായിട്ട്. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു? ആ മുന്നറിഞ്ഞവരെ, ഇപ്രകാരം പ്രീഡെസ്റ്റിൻ ചെയ്തവരെ വിളിച്ചു, നീതീകരിച്ചു, അവരെ തേജസ്കരിച്ചു. കാരണം ഓമനപുത്രൻ തേജസ്സിൻ്റെ മഹിമയുടെ പ്രതിരൂപമാണ്. ആമേൻ, ഹല്ലേലൂയ. അവൻ്റെ മുഖത്തിലുള്ള അല്ലേ ആ ശോഭ, തേജസ്സാണ് വചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചത് എന്ന് അപ്പോസ്തലനായ പൗലോസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ഭാഗത്തിലുണ്ട്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള തേജസ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കത്തക്കവണ്ണം, അല്ലേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കുവാനായിട്ട് അവനത് ചെയ്തു. അതുകൊണ്ട് എന്നാൽ പറയുകയാണ്, അത് ഈ മൺപാത്രങ്ങളിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് ഒന്നുചേരുവാൻ അതിന് കഴിയുന്നു. ശത്രുവായിരുന്നതിനെ, കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചതുപോലെ, ശത്രുക്കളായിരുന്ന നമ്മെ, ആലിനേറ്റഡ് ആയിരുന്ന നമ്മെ, ദൂരസ്ഥരായിരുന്ന നമ്മെ അവൻ ഒന്നു ചേർന്നു. കാരണം നമ്മെ വിളിച്ചിരിക്കേണ്ട ഉദ്ദേശം ഓമന പുത്രനെ പോലെ ആകുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽപ്പെട്ട നമുക്ക് ദൈവത്തോട് നന്ദി പറയാൻ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. മാത്രവുമല്ല, നമ്മെ ഒരുമിപ്പിച്ചു എന്ന് മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ്, അവരെയും കൂടെ ഒരുമിച്ച് ചേർത്തു. മനുഷ്യർ തമ്മിൽ ദൈവസന്നിധിയിൽ രണ്ട് കൂട്ടമേ ഉള്ളായിരുന്നു. ഒന്ന് താൻ അബ്രഹാമിലൂടെ വിളിച്ച് കൊണ്ടുവന്ന ജ്യൂസ്, ഇനി ഒന്ന് അതർ ദാൻ ജ്യൂസ്, കോൾഡ് നോൺ ജ്യൂസ് അല്ലെങ്കിൽ ജെൻറ്റൈൽസ്. എന്നാൽ ഈ ക്രൂശിൻ്റെ വചനത്തിലൂടെ നിരപ്പ് പ്രാപിച്ചപ്പോൾ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചു. മാത്രവുമല്ല, എന്തുണ്ടായി? ഈ ജ്യൂസും നോൺ ജ്യൂസും അല്ലെങ്കിൽ ഈ ജെൻറ്റൈൽസും ദൈവവുമായി ഒരുമിച്ച് ചേർത്ത് പണിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നു. നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിച്ചോട്ടെ. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അപ്പോൾ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കിയപ്പോൾ, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്താൽ. ഇരുപക്ഷത്തെയും. ആരാണ് ഈ ഇരുപക്ഷം? ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ്. അതിനെന്താ കാരണം? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മിടുക്ക് കാണിച്ചതുകൊണ്ടല്ല. ക്രൂശിൽ അവൻ ശത്രുത്വം അവൻ മാറ്റിയപ്പോൾ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവൻ, നമുക്ക് ചർച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിണ്ടാതൊക്കെ ഇരിക്കാൻ പറ്റുമോ? പിണക്കാൻ പറ്റുമോ? ശത്രുത്വം പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? ഹല്ലേലൂയ. ജ്യൂസും ജെൻറ്റൈലുമായിരുന്ന ആ ബദ്ധ ശത്രുക്കളെ അവൻ ക്രൂശിൽ അവൻ എന്ത് ചെയ്തു? അവൻ അതിനെ ഇരുപക്ഷത്തെയും അവൻ ഒന്നിപ്പിച്ചു. ദൈവത്തോട് നിരപ്പാനും തന്നെ. ഹല്ലേലൂയ. ഒന്നിപ്പിച്ചെങ്കിൽ നാം എത്രമാത്രം ഒന്നിച്ചായിരിക്കണം. സ്തോത്രം. അങ്ങനെ ചെയ്തു. അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. അവനിൽ നിങ്ങളെയും എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ജ്യൂസ്, ദേ ആർ നോട്ട് ക്രിസ്ത്യൻസ് യെറ്റ്. അവരെയും അവരോടൊന്നിച്ച് നിങ്ങളെയും ക്രിസ്തു യേശുവിൽ പണിതുകൊണ്ടിരിക്കുന്നു. ആമേൻ.
ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് എന്നിലും നിന്നിലും ഹല്ലേലൂയ വ്യാപരിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ ഹല്ലേലൂയ കഴിവാണ് നമ്മെ ദൈവവുമായിട്ട് ഇതുപോലെ യോജിപ്പിക്കുന്നത്. സ്തോത്രം. കർത്താവ് നമ്മെ അതിനായിട്ട് അത് എടുക്കുവാനായിട്ട് സഹായിക്കട്ടെ, അതുപോലെ മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തത് പറയുന്നത് എന്തുണ്ടായി? ഈ നമ്മെ അവനുമായി ഒരുമിച്ച് ചേർത്തു എന്ന് മാത്രവുമല്ല, ഹി അഡോപ്റ്റഡ് ആസ് എ ചൈൽഡ് ഓഫ് ഗാഡ്, ചിൽഡ്രൻ ഓഫ് ഗാഡ്. കാരണം യേശുവിനെ പോലെ ആകുന്നവരാണ്. അപ്പോൾ അത് സാദൃശ്യത്തിലും രൂപത്തിലും മഹിമയിലും മാത്രം പോരാ, പിന്നെ എങ്ങനെ വേണം? നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ആ സ്ഥാനത്തിലും ഐഡൻറ്റിറ്റിയിലും വേണം. അപ്പോൾ നമ്മെ എന്ത് ചെയ്യണം? യേശുവിന് സഹോദരന്മാരായിട്ട് നമ്മെ അഡോപ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. മാത്രവുമല്ല, അവന് കൊടുക്കുന്നത് പോലെ നമുക്കും അവകാശവും അവൻ തന്നു. ഹല്ലേലൂയ. ഹി അഡോപ്റ്റഡ് us as his children. അപ്പോൾ നമ്മെ രക്ഷിച്ചു, നമ്മെ ദൈവവുമായിട്ട് ഒന്നിപ്പിച്ചു, അതോടൊപ്പം തന്നെ ലോകത്തിലെ സകല ജനതയുമായിട്ട് നമ്മെ ഒന്നിപ്പിച്ചു. കൂടാതെ നമ്മെ മക്കളായിട്ട് അവൻ അഡോപ്റ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് അബ്ബാ ഫാദർ എന്ന് അപ്പനെ വിളിക്കാം. ഹല്ലേലൂയ. യേശു എങ്ങനെയാണോ ഇവിടെ ആയിരുന്നപ്പോൾ അപ്പനെ അപ്പ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തത്, പ്രാർത്ഥിച്ചത്, അതുപോലെ നമുക്കും നമ്മുടെ പിതാവിനെ അപ്പ എന്ന് വിളിക്കാൻ ഈ ആത്മാവിനാൽ നമുക്ക് സാധ്യമായി. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ പല ഐഡൻറ്റിറ്റികളാണല്ലേ. സ്തോത്രം. എന്നാലേ ഒരേ അപ്പൻ്റെ മക്കളാകുവാൻ ദൈവം നമുക്ക് അവകാശം തന്നു. മാത്രവുമല്ല, അതോടൊപ്പം തന്നെ നമുക്ക് ഹല്ലേലൂയ എന്ത് ലഭിച്ചു? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി, അതായത് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവനായി അയച്ചത്. എന്തിനാ? അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട്, ഈ മൺപാത്രങ്ങളെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ കഴിവുള്ള ആ മക്കളാക്കിയിട്ട് എന്നെയും നിങ്ങളെയും മാറ്റി അവൻ്റെ ആത്മാവിനുള്ളിൽ തന്നു, അവനെപ്പോലെ ആക്കി. മാത്രമല്ല, അവകാശം, പുത്രന് കൊടുക്കുന്ന അവകാശം ഇനി എന്താ? കംപ്ലീറ്റ് അല്ലേ? ഇവിടെ പലരെയും നമ്മൾ അഡോപ്റ്റ് ചെയ്താലും ചിലപ്പോൾ അതായത് സ്വന്തം മക്കൾക്ക് വേറെ ഒരു പങ്ക്, അല്ലെങ്കിൽ അഡോപ്റ്റഡ് ആയിട്ട് വേറെ, അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നമ്മെ അഡോപ്റ്റ് ചെയ്തത് അങ്ങനെ ഒരു വ്യത്യാസമായിട്ടിരിക്കാനല്ല. കാരണം നമ്മെ അറിഞ്ഞതും പ്രീഡെസ്റ്റിൻ ചെയ്തതും യേശുവിനെ പോലെ ആക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ അതേ ആത്മാവിനെ തന്ന് നമ്മെ അതേ രൂപത്തിൽ കൊണ്ടുവന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു എങ്ങനെയാണോ ഉയർത്തെഴുന്നേറ്റത് അതുപോലെ ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുന്ന നാളുകളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. മാത്രവുമല്ല, അതേ അവകാശം ആമേൻ നമുക്ക് അവൻ തന്നിരിക്കുന്നു. ഇവിടെ വായിച്ചു കേട്ടത് എന്താണ്? അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ. പുത്രനാണെങ്കിൽ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? രക്ഷ പ്രാപിച്ചു, യേശുവും ദൈവവുമായിട്ട് നമ്മൾ നിരപ്പ് പ്രാപിച്ചു, ജനവുമായിട്ട് നിരപ്പ് പ്രാപിച്ചു. ഇവിടെ പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ ഓമന പുത്രനായി പുത്രിയായി ഹല്ലേലൂയ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ അവൻ അവകാശം തന്നു. മാത്രവുമല്ല, അതോടുകൂടെ എനിക്ക് അവകാശവും തന്നു. ആമേൻ. സ്തോത്രം. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നേ? ഇതൊക്കെ എങ്ങനെ കൈവശമാക്കുന്നതാ? ക്രൂശിൻ്റെ വചനത്തിലുണ്ട്, സുവിശേഷത്തിലുണ്ട്. ആമേൻ. ഞാനും നിങ്ങളും അത് കൈക്കലാക്കണം. ആമേൻ. ഹല്ലേലൂയ. അതിന് ദൈവത്തിൻ്റെ ആത്മാവിന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റിർ അപ്പ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. അന്യഭാഷ ഉണ്ടെങ്കിൽ അന്യഭാഷ പറയണം, തുള്ളിച്ചാടണമെങ്കിൽ തുള്ളിച്ചാടണം. കാരണം ഇതൊരു ശക്തിയാ. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ മാറ്റുന്ന ശക്തിയാ. എങ്ങനെ? ചുമ്മാ ഒരു അല്പം ക്ഷീണിച്ചിരുന്ന എന്നെ ഉണർത്തി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മൺപാത്രമായിരുന്ന എന്നെ ഹല്ലേലൂയ ദൈവ പൈതലാക്കുന്ന. സ്തോത്രം.
ഈ ലോകത്തിൻ്റെതായിരുന്ന എന്നെ ദൈവത്തിൻ്റെതാക്കുന്ന ശക്തിയാ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നത് എങ്കിൽ ഹല്ലേലൂയ, ആ ശക്തി ഉള്ളവനെ പോലെ ഞാനും നിങ്ങളും ജീവിക്കണം. പത്രോസ് പറഞ്ഞതുപോലെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയാൻ ഞാനും നിങ്ങളും ഹല്ലേലൂയ കഴിവുള്ളവരായി തീരണം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. സ്തോത്രം. നമ്മുടെ ഉള്ളിലുണ്ട് ആ ശക്തി, പലപ്പോഴും നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ അതറിഞ്ഞ് അതുപോലെ അത് വിശ്വസിക്കുന്നവരും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഒരു നല്ല റിച്ചായിട്ടുള്ള ഒരു അപ്പൻ്റെ 2-3 മക്കൾ ഒരുമിച്ച് പോകുന്നത് കണ്ടാൽ അറിയാൻ പറ്റും അല്ലേ? എല്ലാവരും എങ്ങനെ പോകുന്നതെന്ന്. ഒരുത്തൻ നല്ല ഡ്രസ്സ് ഇട്ടും ഒരുത്തൻ തീരെ അങ്ങനെ ആരും കണ്ടിട്ടില്ല അല്ലേ? സാധാരണ കാണാൻ ബുദ്ധിമുട്ടാണ്, കാരണം അവർ ഒരേ അപ്പൻ്റെ മക്കളാണ്. എന്ന പോലെ ഞാനും നിങ്ങളും ഒരേ അപ്പൻ്റെ മക്കളാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവുമായി നമ്മെ കണക്റ്റ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും അതുപോലെ വേണം ജീവിക്കാനായിട്ട്. മറ്റുള്ളവരെ നമ്മൾ കാണുമ്പോഴും നമ്മൾ അങ്ങനെ കാണാൻ പഠിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി എന്തിനു വേണ്ടിയാണ് എങ്ങനെയൊക്കെ മാറ്റിയെടുത്തത്? നമുക്ക് രക്ഷ പ്രാപിക്കാം, നമുക്ക് സ്വർഗത്തിൽ പോകാം, നിത്യമായി പ്രാപിക്കാം, അവനോട് പോലെ ആകാം, പിന്നെ അവനോട് കൂടി ജീവിക്കാം. കഴിഞ്ഞോ? ഇല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. അതാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്താണ്? സ്തോത്രം. നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചു. നാം അവൻ്റെ കൈപ്പണിയായി. എന്നിൽ ഈ വർക്കൊക്കെ നടന്നത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം. അവൻ്റെ കൈപ്പണിയായിട്ട് ഞാൻ ഈ പണിയപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? അവൻ്റെ ആത്മാവിനെ തന്ന് അവൻ്റെ ജീവൻ കൊടുത്ത് എന്നെ പണിതതിൻ്റെ കാരണം എന്താണ്? ഞാൻ രക്ഷ പ്രാപിക്കും എന്നുള്ളത് ശരിയാണ്. ഞാൻ അവിടെ പോയിട്ട് നൽപ്രവൃത്തിയൊന്നും ചെയ്യാനൊന്നുമില്ല. അവിടെ ഹല്ലേലൂയ പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ പൊട്ടപ്രവൃത്തി അവിടെ ഇല്ല. പിന്നെ എങ്ങനെ അവിടെ പോയി നൽപ്രവൃത്തി സൽഗുണങ്ങൾ കാണിക്കുന്നത്? ദൈവസന്നിധിയിൽ പോയിട്ട് അല്ലേ? എന്നാൽ ഇവിടെ ചിലത് ചെയ്യണമെന്ന് അതല്ലേ പറയുന്നത്? എന്താ പറഞ്ഞത്? കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നമ്മെ മാറ്റിയെടു അവൻ്റെ കൈപ്പണിയായിട്ട് അല്ലേ? നമ്മെ മാറ്റിയെടുത്തതിൻ്റെ വിഷയമെന്ന് പറയുന്നത് സൽഗുണങ്ങളിൽ അല്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരെ ഞാനും നിങ്ങളും. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സൽപ്രവൃത്തി എന്നല്ല അർത്ഥം. ദൈവം ഉദ്ദേശിക്കുന്ന സൽപ്രവൃത്തി എന്നിലൂടെയും നിങ്ങളുടെയും വെളിപ്പെട്ട് വരണം. അതിനുവേണ്ടിയാണ് ഈ അത്യന്ത ശക്തി ഈ മൺപാത്രത്തിൽ തന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും വില കൊടുത്ത് നമ്മെ മാറ്റിയെടുത്തത്. വരട്ടെ, നമ്മുടെ നമ്മൾ തന്നിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞാനും നിങ്ങളും അത് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ തോട്ട് പാറ്റേണിൽ, നമ്മുടെ നടത്തങ്ങളിൽ അതിനെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ സൽഗുണത്തിന് വേണ്ടി അല്ലെങ്കിൽ സൽപ്രവൃത്തികൾക്ക് വേണ്ടി ഹല്ലേലൂയ എന്നെ തന്നെ മാറ്റിയെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഞാനും നിങ്ങളും നമ്മിൽ തന്നിരിക്കുന്ന ശക്തി ഉപയോഗിച്ച് ഹല്ലേലൂയ. ചിലതിനെ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തിട്ട് പറ്റത്തില്ല. നമ്മൾ വ്യത്യസ്തരാണ്. വി ആർ ഡിഫറെൻറ്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. അതിനുവേണ്ടിയാ ഈ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ, കുരിശിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ ആത്മാവ് ക്രിയ ചെയ്ത് ആ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കുന്നു. നമ്മെ എന്ത് ചെയ്യുന്നു? ഒരു പുത്തൻ വ്യക്തിയാകുന്നു. ഹല്ലേലൂയ. തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം വായിച്ചാട്ടെ, അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല. ഇത് പലയിടങ്ങളിലും സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല. അവൻ്റെ കനിവ്, ദയ, മേഴ്സി, ഗ്രേസ്, ഹല്ലേലൂയ, അവൻ്റെ മനസ്സലിവൊക്കെ തന്നെയാണ് നമ്മെ നടത്തുന്നത്. തൻ്റെ കരുണ പ്രകാരം അത്രേ രക്ഷിച്ചത്.
നാം അവന്റെ കൃപയാൽ നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് ഞാൻ നീതിമാനാണ്, ദൈവ പൈതലാണ്, ദൈവത്തോട് ചേർന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാ? നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരുന്നു. പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം. പരിശുദ്ധാത്മാവ് നമ്മിൽ കൊണ്ടുവരുന്ന ഒന്നുണ്ട്. എന്താണ് അതിനെ പറയുന്നത്? നവീകരണം, പുതുക്കം. ഹല്ലേലൂയ. അത് വന്നുകൊണ്ടേയിരിക്കണം. പുതുക്കം നമ്മിൽ വന്നുകൊണ്ടേയിരിക്കണം. അതാ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത്, അല്ലേ? ഇന്നലെ കൊണ്ടുവന്നതിനെ ഇന്ന് വീണ്ടും പുതുതെന്ന് പറയത്തില്ല. എന്നും അന്നേക്ക് വേണ്ട പുതിയതിനെ ചിലതിനെ തരുന്ന ആത്മാവാ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളത്. അതുകൊണ്ട് പറയുകയാണ് നവീകരണത്തിൻ്റെ ആത്മാവ്. ഒരു കാര്യം ശരിയാണ്, നമ്മുടെ പഴയ ജീവിതത്തെ മുഴുവനും അത് പുതുതാക്കി മാറ്റിയെടുക്കുന്നു. നമ്മൾ അവനെ വിശ്വസിച്ച നാളിൽ, നമ്മൾ അവനെ സ്വീകരിച്ച നാളിൽ. എന്നാൽ ഈ ആത്മാവ് നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, നമ്മിൽ പുതുക്കം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ആ വിളിച്ചവരെ അവൻ എന്ത് ചെയ്തു? അവൻ നീതീകരിച്ചു, പിന്നെ തേജസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ അവൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് വന്നു എന്ന് പറയാൻ പറ്റത്തില്ല, ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചു. പക്ഷേ നമ്മളത് നേടിയെടുക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അത് പ്രാപിച്ച് ദൈനംദിനം നമ്മൾ ബലം പ്രാപിച്ച് ശക്തിപ്പെട്ട് ഹല്ലേലൂയ നേടിയെടുക്കുന്നതാ. എന്താണ് നേടിയെടുത്തത്? സ്തോത്രം. ഇവിടെ പറയുന്നു ആ സൽപ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടമായിട്ട്. താഴോട്ട് വായിച്ചാട്ടെ. ഈ വചനം വിശ്വാസ്യമാണ്. ഏത് വചനമാണ്? ഇപ്പോൾ പറഞ്ഞ വിശ്വാസവും പറഞ്ഞ വചനവും ആകാം, ഇവ താഴെയുള്ള വചനവും ആകാം. വിശ്വാസ്യമാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായി കരുതേണ്ടതിന് നീ ഇത് ഉറച്ചു പറയണം. ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ് അതിൻ്റെ കാരണം? സൽപ്രവർത്തികളിൽ. ഇവിടെ ഞാൻ വായിക്കാം, അവിടെ ഡിസ്പ്ലേ ഇല്ല. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികൾ ആയിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകും. അപ്പോൾ ഈ വചനങ്ങൾ പറയുന്നത് നമ്മിൽ പരിശുദ്ധാത്മാവ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് എന്തിനാണ്? വിശ്വസിച്ചവർ എന്താകണം? അസിയൽ should I call Dado? Please keep quiet. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നു സൽപ്രവൃത്തികളിൽ ഉത്സാഹികൾ ആകുന്നതിനു വേണ്ടി. സ്തോത്രം. ഞാനും നിങ്ങൾ അങ്ങനെ ആയേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയാ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം തന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാ ഹല്ലേലൂയ നമ്മെ അവൻ ഇത്രയും വില കൊടുത്ത് സമ്പാദിച്ചു. നമുക്ക് ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആ കുരിശിൻ്റെ വചനം ദൈവ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ നമ്മിൽ വ്യാപരിക്കട്ടെ. നമ്മിൽ ചില മാറ്റങ്ങൾ സംഭവിക്കട്ടെ. നമ്മിൽ രക്ഷ വരട്ടെ. നമ്മിൽ ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു രമ്യത സംഭവിക്കട്ടെ. ദൈവമക്കൾ ആണെന്നുള്ള പദവിയിലേക്ക് ഞാനും നിങ്ങളും നമ്മെ തന്നെ ഒന്ന് ഉയർത്തട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ സൽപ്രവൃത്തികളിൽ തികഞ്ഞു വരുന്നവരായിട്ട് മാറുവാൻ കർത്താവ് നമ്മുടെ സ്വന്തം ഇച്ഛയല്ല, നമ്മുടെ സ്വന്തം അജണ്ടയല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അജണ്ട നമ്മുടെ അജണ്ടയായി മാറട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം.